ഈ സ്ഫോടനം നടന്ന കാർ വളരെ പതുക്കെ വരികയായിരുന്നു. റെഡ് ലൈറ്റിൽ കാർ നിർത്തി, സ്ഫോടനമുണ്ടായി. കാറുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലാണ് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 10 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു ദേശീയ മാധ്യമത്തോട് ഒരു ജൂനിയർ ഡോക്ടർ LNJP ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞത് 30-ലധികം ആളുകൾ അവിടെ ഗുരുതരാവസ്ഥയിലുണ്ട്, ചിലരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. മരണസംഖ്യ ഉയരുമോ എന്ന ഭയം കൂടി നമ്മളെ സംബന്ധിച്ചുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഒരു കാർ വളരെ സ്ലോ ആയി വന്ന് റെഡ് ലൈറ്റിന്റെ സമയത്ത് നിർത്തി, തുടർന്ന് സ്ഫോടനമുണ്ടായി, വാഹനങ്ങളിലേക്ക് തീ പടർന്നു എന്നാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെറർ ആംഗിളിലേക്ക് ഏറെക്കുറെ ഉറയ്ക്കുകയാണ് എന്ന് മാത്രമല്ല, ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തുന്നു എന്നതിന്റെ ചില സൂചനകൾ കൂടി ലഭ്യമാണ്. എന്തൊക്കെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാം? അഭിലാഷ്, എല്ലാ സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ NIA, HSC അടക്കമുള്ള സംഘങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ CRPFന്റെ ആന്റി ബോംബ് സ്ക്വാഡുണ്ട്. വിവിധ സംഘങ്ങൾ ഇവിടെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാറുമായി ബന്ധപ്പെട്ട് കാറിന്റെ ഉടമസ്ഥനെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ നടക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരമാണ്. ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള തിരച്ചിൽ ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ ഉടമസ്ഥനെ കണ്ടെത്തുക, അതോടൊപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരാരൊക്കെയെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഭീകരാക്രമണമാണ് എന്നുള്ള ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ, അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ നൽകിയ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ, ഇതിനുള്ള സഹായങ്ങൾ നൽകിയതാരൊക്കെ, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ ലഭ്യമാക്കിയതാരൊക്കെ, ഈ കാറ് നൽകിയതാരൊക്കെ, കാറിന്റെ ഉടമസ്ഥനാര് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ പരിശോധനയിൽ വരുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ കസ്റ്റഡിയിലുള്ള എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്ന ഒരാൾ ഇത് ഇവരുടെ അല്ലെങ്കിൽ മറ്റ് വലിയ ബന്ധങ്ങളിലേക്ക്, ഈ ശൃംഖലയിലേക്ക് നീളുന്ന ഒരു കണ്ണിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെറർ ആംഗിൾ എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അപ്പുറത്താണ് ITO ജംഗ്ഷൻ ഉള്ളത്. അതായത് പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ ഇവിടുത്തെ സ്ഫോടക ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയാം. അപ്പോൾ എത്രത്തോളം വലുതായിരുന്നു ഈ സ്ഫോടനം എന്നുള്ളതാണ് നമ്മൾ ഊഹിക്കേണ്ടത്. മാത്രമല്ല, ഇത് ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആയിരുന്നു എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട് അന്വേഷണ ഏജൻസികൾക്ക്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രഹരശേഷി ഇതിന് ലഭിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ ആ റേഡിയസ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. അതായത് തകർക്കപ്പെട്ട കാറുകളുടെ എണ്ണം മാത്രമല്ല, അതിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് ഇത് നാശം വിതച്ചത് എന്നുള്ളതും കൂടി പോലീസിനെ അവരുടെ ഒരു ഘട്ടത്തിലാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറുകൾ തകർന്നിട്ടുണ്ട്, ഓട്ടോറിക്ഷകളുണ്ട്, റിക്ഷകളുണ്ട്, അതോടൊപ്പം തന്നെ വഴിപോക്കർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ ആര് എന്നുള്ളതിന് കണ്ടെത്താനുള്ള ഒരു വലിയ ജോലി കൂടി ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നിരിക്കുന്നു. കസ്റ്റഡിയിലുള്ള ആളിനെ ചോദ്യം ചെയ്തതിൽ കിട്ടുന്ന വിവരങ്ങൾക്ക് പുറമെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ പരിശോധനകൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ പരിശോധനയിൽ ഫരീദാബാദിൽ നിന്ന് ലഭിച്ച RDXന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. 2 പേർ ഫരീദാബാദിൽ നിന്ന് കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അനന്തനാഗിൽ നടത്തുന്ന പോലീസിന്റെ പരിശോധനയിൽ 7 പേർ കസ്റ്റഡിയിലുണ്ട്. ഏകദേശം 2800 കിലോഗ്രാമിലധികം വരുന്ന അമോണിയം നൈട്രേറ്റാണ് പിടിയിലുള്ളത്. AK-47 റൈഫിലുണ്ട്, ചൈനീസ് പിസ്റ്റളുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു ബെററ്റ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ആയുധ ശേഖരങ്ങൾ പോലീസിന്റെ കൈവശം അനന്തനാഗ്, ജമ്മു കാശ്മീരിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ഫരീദാബാദിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഇപ്പോൾ ഉത്തർപ്രദേശിലും വലിയ തോതിൽ പോലീസ് പരിശോധനകൾ നടത്തുകയാണ്. സമീപ ജില്ലകളിലും പല സംസ്ഥാനങ്ങളിൽ, ഹരിയാന അടക്കമുള്ള സമീപ പ്രദേശങ്ങളിലും പോലീസിന്റെ പരിശോധന വലിയ തോതിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഒരു ടെറർ ആംഗിൾ എന്നുള്ള തരത്തിലേക്കാണ്. അത് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ, ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ വെടിനിർത്തുമ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് ഒരു ടെറർ ആംഗിൾ ക്ഷമിക്കണം, ഇതൊരു ഭീകരാക്രമണം ഇനി ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം എന്നുള്ള നിലയിലേക്കായിരിക്കും ഞങ്ങൾ കാണുന്നത് എന്നാണ് അന്ന് വ്യക്തമാക്കപ്പെട്ടത്. അപ്പോൾ ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന് തെളിയുകയും ഏതെങ്കിലും ഒരു രാജ്യത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇന്നത്തെ ദിവസം, നാളെ ബീഹാറിൽ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സീമാഞ്ചൽ തുടങ്ങിയ മേഖലകളിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന, ഒരു സംഘടിതമായ നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനെ അലയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ ഏജൻസികളൊക്കെ തന്നെ, അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇത് ഒരു ടെറർ ആണ് അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമാണ് എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസിന്റെ സംശയവും അത്തരത്തിൽ തന്നെയാണ്. ഇതിന്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രഹരശേഷി നോക്കുമ്പോഴും അത്തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ ഒരു CNG ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതുപോലെ, ഒരു കാറിന്റെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതുപോലുള്ള ഒരു സംഭവമല്ല. ഇതൊരു വലിയ സ്ഫോടനം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസ് കമ്മീഷണർ ഇവരുണ്ട്. CRPFന്റെ DIG, അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട CRPFന്റെ DIG ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭീകരാക്രമണം തന്നെയാണ് കഴിഞ്ഞ 3-4 ദിവസത്തെ സംഭവം. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിലെ വിമാനത്താവളത്തിലുണ്ടായ തകരാർ, അതായത് ATCയുമായി ബന്ധപ്പെട്ടുണ്ടായ തകരാർ, ആ തകരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അതൊരു സ്പൂഫിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സൈബർ ആക്രമണം തന്നെയായിരുന്നു. ഈ മെസ്സേജിംഗ് സംവിധാനം, കൺട്രോൾ ടവറിലെ മെസ്സേജിംഗ് സംവിധാനം തകർക്കുകയായിരുന്നു എന്നുള്ള സൂചനയുള്ള അത് പരിശോധിക്കുന്നതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സംഘത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ഈ സ്ഫോടനത്തെ കാണേണ്ടത്. അതായത് കഴിഞ്ഞ 2 ദിവസം ഏകദേശം ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി താറുമാറാകുന്നു. അതിനുശേഷം അനന്തനാഗിൽ നിന്ന്, ജമ്മു കാശ്മീരിലെ അനന്തനാഗിൽ നിന്നും പിന്നെ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ജമ്മു കാശ്മീർ പോലീസിന്റെ അന്വേഷണം വരുന്നത് ഡൽഹിയിലേക്കും ഡൽഹിയിലെ സമീപ പ്രദേശങ്ങളിലേക്കുമാണ്. ഫരീദാബാദിൽ വലിയ അന്വേഷണം നടക്കുന്നു. ഫരീദാബാദിൽ ഒരു ഡോക്ടറുടെ മുറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ആയുധം കണ്ടെത്തുന്നു. ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു കാര്യം, ഒരു വനിതാ ഡോക്ടറടക്കം പോലീസിന്റെ പിടിയിലാവുന്നു. അത് ലക്നൌവിൽ നിന്ന്, അതായത് ഈ സുഹൃത്തിനെ വളയുന്നു എന്നുള്ള സൂചന കിട്ടിയപ്പോൾ വനിതാ സുഹൃത്ത് മുങ്ങിയതാവാം, അവരെ ലക്നൌവിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇത്തരം വാർത്തകൾ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് വൈകിട്ട് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ചെങ്കോട്ട. അതിന് സമീപം ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നു. ഒരു കാറ് സ്ഫോടനത്തിൽ തകരുമ്പോൾ അതിന്റെ ആ പ്രഹരശേഷിയിൽ നിരവധി വാഹനങ്ങളും നിരവധി പേരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. തീർച്ചയായും വളരെ വളരെ നിർണായകമായ വിവരങ്ങൾ വരുന്നു. ഒരാൾ കസ്റ്റഡിയിലാണ് എന്ന വിവരം വരുന്നു. ഈ കാറിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതൊരു ഹ്യുണ്ടായി i20 ആയിരുന്നു. ഹ്യുണ്ടായി i20 കാറിലാണ് അപകടം ഉണ്ടായത്. ഈ വണ്ടിയിൽ 2-3 ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഹ്യുണ്ടായി i20യുടെ പുറകിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കാണ് വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് പുറകിൽ നിന്നാണ് ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആ കാറിന്റെ ബൂട്ട് സ്പേസിൽ നിന്നാവാം. പുറകിൽ ഈ ഹ്യുണ്ടായി i20യുടെ പിറകിൽ നിന്നിരുന്ന വാഹനങ്ങളിലേക്കാണ് വലിയ തോതിൽ തീ പടർന്നിട്ടുള്ളത്. 3 പേരെങ്കിലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചതനുസരിച്ച് ഒരു ഹ്യുണ്ടായി i20 കാർ ലാൽകില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തേക്ക് പതുക്കെ വരുന്നു. ട്രാഫിക് സിഗ്നൽ, റെഡ് സിഗ്നലിൽ ആ വണ്ടി സ്റ്റോപ്പാവുന്നു. തുടർന്ന് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു. 2-3 ആളുകൾ ഈ ഹ്യുണ്ടായി i20യിൽ ഉണ്ടായിരുന്നു. ഈ വാഹനത്തിന് പിറകിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളിലേക്കാണ് തീ പടർന്നത്. അങ്ങനെ തീ പടർന്നതനുസരിച്ച് 6 കാറുകളും 2 ഓട്ടോറിക്ഷകളും ഒരു റിക്ഷയും പൂർണ്ണമായും കത്തിനശിക്കുന്നു. ഇപ്പോൾ മരണസംഖ്യ 10 കടന്നിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ബേൺ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് വളരെ മാരകമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാം. 30 പേരിലധികം LNJP ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൽ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള ആളുകളുമുണ്ട്. മരണസംഖ്യ 10 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇതുവരെയും ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും
ഒരു CNG ബ്ലാസ്റ്റ് ആണെങ്കിൽ, കാറിന്റെ ഇന്ധനമായി ഉപയോഗിച്ച CNG സിലിണ്ടറിന്റെ ബ്ലാസ്റ്റ് ആണ് എങ്കിൽ ഇത്രയും വലിയ അപകടം ഉണ്ടാവില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഹൈ ഇന്റൻസിറ്റി ബ്ലാസ്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഹൈ ഇന്റൻസിറ്റി ബ്ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു IED ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനമാകാം, ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനമാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ ഇമ്പാക്ട് 2 കിലോമീറ്റർ അപ്പുറം വരെ ഉണ്ടായിരുന്നു. വലിയ ഭൂകമ്പം സംഭവിച്ചത് മാതിരി കെട്ടിടങ്ങൾ കുലുങ്ങി എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അതുകൊണ്ട് ഒരു തീവ്ര സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു തീവ്ര സ്ഫോടനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു അപകടം എന്ന ആംഗിളിൽ നിന്ന് ഒഴിവാക്കാം. ടെറർ ആംഗിളിലേക്കാണ് ഇവിടെ എല്ലാം പോയിന്റ് ചെയ്യപ്പെടുന്നത്. ആ ടെറർ ആംഗിൾ ആണ് എങ്കിൽ ആര് എന്ന വിവരം കൂടി നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒരാൾ കസ്റ്റഡിയിലാണ് എന്ന സൂചന ലഭ്യമാവുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ആരാണ്, ഇതൊരു ഭീകരാക്രമണമാണെങ്കിൽ ആ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഹ്യുണ്ടായി i20 വൈകുന്നേരം 6:52 ഒരു ഹ്യുണ്ടായി i20 വൈകുന്നേരം 6:52 ലാൽക്കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തേക്ക് വരുന്നു. വളരെ പതുക്കെയായിരുന്നു ആ വാഹനം. ട്രാഫിക് റെഡ് സിഗ്നൽ ആയപ്പോൾ ആ വാഹനം നിർത്തുന്നു. തുടർന്ന് ആ വാഹനത്തിൽ നിന്ന് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു. ആ വാഹനത്തിന്, ഈ ഹ്യുണ്ടായി i20യുടെ പുറകിൽ വന്നിരുന്ന വാഹനങ്ങളിലേക്ക് തീ പടരുന്നു. അങ്ങനെ 6 കാറുകളും 2 ഓട്ടോറിക്ഷകളും ഒരു റിക്ഷയും കത്തി നശിക്കുന്നു. 10 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നു. 30 പേരെങ്കിലും അവിടെ ആശുപത്രിയിൽ ഗുരുതരമായ നിലയിലുള്ള ആളുകളുണ്ട്, അല്ലാത്ത നിലയിലുള്ള ആളുകളുണ്ട്. 30 പേരെങ്കിലും LNJP ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതാണ് ഡൽഹിയിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഇതൊരു ഭീകരാക്രമണമാണ് എങ്കിൽ, എല്ലാ സൂചനകളും ടെറർ ആംഗിളിലേക്കാണ്. ഭീകരാക്രമണമാണെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംസാരിച്ചിരിക്കുന്നു. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എന്നിവർ ഡൽഹി പോലീസുമായി നിരന്തര സമ്പർക്കത്തിലാണ്. ഡൽഹി പോലീസ് കമ്മീഷണറുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിരിക്കുന്നു. രാജ്യം ഹൈ അലർട്ടിലാണ്. വിവിധ സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ ഹൈ അലർട്ടിലാണ്. ആളുകൾ കൂടുന്ന പ്രദേശങ്ങളിലൊക്കെ ചെക്കിംഗ് നടന്നു വരികയാണ്. പ്രധാനപ്പെട്ട രാജ്യത്തെ സെന്ററുകളെല്ലാം വാരണാസി, അയോധ്യ, മുംബൈ, കൊൽക്കത്ത അടക്കം ഹൈ അലർട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഇനി ഇതിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾസയാണ് അല്പസമയം മുൻപ് എങ്ങനെയാണ് ഈ അപകടം, എങ്ങനെയാണ് ഡൽഹിയിൽ നടുക്കിയ സ്ഫോടനം ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയുണ്ടായത്. നമുക്കിനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്.